നമസ്കാരം. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രമുഖ നേതാക്കളുടെ വൻ നിര തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറിന് കിട്ടിയ സ്വീകാര്യത എടുത്തു പറയേണ്ടുന്നതായിരുന്നു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ നീണ്ട നിര തന്നെ ചടങ്ങിനുണ്ടായിരുന്നു. എന്നാൽ ഡി.കെ. ശിവകുമാറിന് വലിയ വരവേൽപ്പാണ് കോൺഗ്രസ് അണികൾ നൽകിയത്. ഡി കെ എന്ന ആർപ്പ് വിളികളോടെയും വലിയ കരഘോഷത്തോടെയുമാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. വേദിയിലെത്തിയ ഡി.കെ. ശിവകുമാർ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും സൗഹൃദം പങ്കുവെക്കുകയും പ്രവർത്തകരുടെ സ്നേഹാദരങ്ങൾക്ക് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. വലിയൊരു ജനക്കൂട്ടമായിരുന്നു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തടിച്ചുകൂടിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കർണാടകയിലെ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ഡി.കെ. കടന്നു വന്നപ്പോൾ വേദി അക്ഷരാർത്ഥത്തിൽ ഇളകി മറിയുകയായിരുന്നു. കേരളത്തിന് പുറത്തുള്ള മറ്റൊരു നേതാവിന് ലഭിക്കാത്ത തരത്തിലുള്ള വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. വേദിയിലേക്ക് ഡി.കെ. ശിവകുമാർ എത്തിയ നിമിഷം മുതൽ സദസ്സിൽ നിന്നും ആവേശക്കടൽ ഇരമ്പിയാർത്തു. ഡി കെ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് വലിയ കരഘോഷം ഒഴുക്കിയുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അണികൾ സ്വീകരിച്ചത്. പ്രവർത്തകരുടെയും അപ്രതീക്ഷിത ആവേശ പ്രകടനത്തിന് കൈകൾ കൂപ്പിയും കൈവീശിയും അദ്ദേഹം അഭിവാദ്യം ചെയ്തു. തുടർന്നാണ് അദ്ദേഹം വേദിയിലെത്തി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരികിലെത്തി സൗഹൃദം പുതുക്കിയത്. ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ പ്രമുഖരെല്ലാം ഒരേ വേദിയിൽ ഒത്തുചേർന്ന ചടങ്ങിൽ ഡി.കെ. ശിവകുമാറിന്റെ സാന്നിധ്യം കോൺഗ്രസ് ക്യാമ്പുകൾക്ക് വലിയ ആവേശമാണ് നൽകിയത്. ചടങ്ങിൽ സാക്ഷികളാകാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, സ്ഥാനമൊഴിഞ്ഞ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ വേദിയിലെത്തിയിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ ആവേശത്തിൽ 10,000-കണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തുകയായിരുന്നു. MLA-മാർക്കും പ്രമുഖ പാർട്ടി നേതാക്കൾക്കും പോലും വേദിയിൽ ഇരിപ്പിടം കിട്ടാത്ത വലിയ പ്രതിസന്ധിയുണ്ടായി. VVIP-കൾക്കായി പ്രത്യേകം തരംതിരിച്ച മുൻനിരകളിലേക്ക് പ്രവർത്തകർ കൂട്ടത്തോടെ ഇരച്ചുകയറി ഇരിപ്പിടങ്ങൾ കൈക്കലാക്കി. മന്ത്രിസഭയിൽ വി.ഡി. സതീശനടക്കമുള്ള 19 പേരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 2 പേരാണ് വ്യത്യസ്തരായി നിന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കന്നി വിജയം നേടി CP ജോണും ചവറയിൽ നിന്ന് 3ാമത് ജയിച്ച ഷിബു ബേബി ജോണും ഇരുവരും സഗൗരവത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതേസമയം ദൈവനാമത്തിലായിരുന്നു വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലിയത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ആദ്യ വാചകങ്ങൾ വി.ഡി. സതീശൻ ചൊല്ലിയപ്പോഴേക്കും തിങ്ങി നിറഞ്ഞ സെൻട്രൽ സ്റ്റേഡിയം ഖരഘോഷത്തോടെ ഇളകി മറഞ്ഞു. ദൈവനാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതിന് പിന്നാലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. വേദിയിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് സതീശൻ തന്റെ സന്തോഷം പങ്കുവച്ചു.